വരൂ ഗായ്സ്, ആരാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാസർഗോട്ടെ തുവര വെള്ളം റെഡിയാക്കിയാലോ. അതിനാവശ്യമായ തുവര കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളവും ഒഴിച്ച് നമുക്ക് 1 മണിക്കൂർ വേവിച്ചെടുക്കണം. ഇത് കുക്കറിലും വേവിച്ചെടുക്കും. ഇന്ന് ഞാൻ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരു മൂടിയും വെച്ച് 1 മണിക്കൂർ നമുക്ക് വേവിച്ചിട്ട് വരാം. തുവര വെള്ളത്തിന് ആവശ്യമായ സാധനം: പുളി, ഉപ്പ്, തേങ്ങ, കാന്താരി, വെളുത്തുള്ളി എന്നിവയാണ്. നമുക്ക് തേങ്ങ ചിരകിയിട്ട് വരാം. ലേശം തേങ്ങ മതി. തുവര വെള്ളം എലിശ്ശേരി വെക്കാം, ചാറാക്കാം. നമ്മൾ ഇന്ന് തുവര വെള്ളമാണ് റെഡിയാക്കുന്നത്. അതിനാവശ്യമായി കാന്താരി എടുത്തിട്ടുണ്ട്. ഞാൻ 5 എണ്ണമാണ് എടുത്തത്. ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. നമുക്ക് നല്ല എരിവുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. കാന്താരിക്ക് പകരം നമുക്ക് വറ്റൽമുളകും വറുത്തിടാം, അതുപോലെ പച്ചമുളകും ഇടാം. ഇന്ന് ഞാൻ ഇതുപോലെയാണ് റെഡിയാക്കുന്നത്. അതുപോലെ വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുക്കുന്നുണ്ട്. തുവര വെള്ളം വേകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി, എന്നിട്ട് തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. ഇന്ന് ഞാൻ ഇതുപോലെയാണ് റെഡിയാക്കുന്നത്. അതിൽ ആവശ്യമായ തേങ്ങയും എടുത്ത് ഇതുപോലെ ചതച്ച് കൊടുത്തിട്ടുണ്ട്. ചതക്കണമൊന്നും ആവശ്യമില്ല, അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇന്ന് ഞാൻ ചതക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കുട്ടിക്കല്ല് വെച്ചിട്ട് വെന്തതിന് ശേഷം ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ, പുളി, മുളക്, കാന്താരി മുളക്, ഉപ്പ്, വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിൽ കടുകൊന്നും വറുക്കണ്ട. ഇതുപോലെ ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതാണ് കാസർഗോട്ടെ സ്വന്തം തുവര വെള്ളം. ഇത് ദോശൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.